നമസ്കാരം. 6 കോർപ്പറേഷനുകൾ, 86 മുനിസിപ്പാലിറ്റീസ്, 14 ജില്ലാ പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 1200-ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന 75,000-ഓളം സ്ഥാനാർത്ഥികൾ, 23,000-ലധികം വാർഡുകളിലായി മത്സരിച്ച 75,000 സ്ഥാനാർത്ഥികളുടെ വിധി എന്ത് എന്നുള്ളത് ഇന്ന് ജനങ്ങളിലേക്ക് എത്തുകയാണ്. മുന്നണികളുടെ കൂട്ടലും കിഴിക്കലും വിമതശല്യവും സ്വതന്ത്രരുടെ സാന്നിധ്യവും ഒപ്പം അവർ നടത്തിയ പ്രചരണ ആയുധങ്ങളും പ്രചരണ തന്ത്രങ്ങളും എത്രത്തോളം ഫലവത്തായി എന്നുള്ളതിൻ്റെ ഫലം കൂടിയാണ് ഇനി അധികം സമയമില്ലാതെ, അധികം മണിക്കൂറുകൾക്കകം തന്നെ ജനങ്ങളിലേക്ക് എത്താനിരിക്കുന്നത്. ഇന്നത്തെ വിധി എന്ന് പറയുന്നത് ഏറ്റവും നിർണായകം എന്നുള്ളത് സംശയമേതുമില്ല. കാരണം ഏറെ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. ഇടതിനൊപ്പമോ വലതിനൊപ്പമോ അല്ലെങ്കിൽ കറുത്ത കുതിരയായി മൂന്നാം മുന്നണി കയറി വരുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് അറിയാനുള്ളത്. അധികം സമയമില്ല, നമ്മൾ വിധിയിലേക്ക് കടക്കുകയാണ്. ഇനി വോട്ടെണ്ണാൻ അധികം സമയമില്ല, വോട്ടെണ്ണലിലേക്കൊക്കെ തന്നെ കടക്കുന്നു. ആദ്യം വിധി എന്താണെന്നുള്ളത് ഇന്നറിയാം. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്നാണ്. രാവിലെ 7:45-ന് സ്ട്രോങ് റൂമുകൾ തുറക്കം. 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണി തുടങ്ങുക. തുടർന്ന് EVM മെഷീനുകൾ എണ്ണി തുടങ്ങും. വിവരങ്ങളുമായി അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസിന്റെ പ്രതിനിധികൾ ഓരോരുത്തരായി ചേരുകയാണ്. AC ഉണ്ണികൃഷ്ണനാണ് ആദ്യം വിവരങ്ങളുമായി ചേരുന്നത്. ഉണ്ണി, ഏറെ നിർണായകം, അത് പറയേണ്ടതില്ല, പക്ഷേ അത് പറയാതെ വയ്യ. എല്ലാ മുന്നണികൾക്കും, അല്ലെങ്കിൽ മുൻപത്തേക്കാളും 2020-നേക്കാളും കൂടുതൽ സീറ്റുകൾ പിടിക്കുക, അല്ലെങ്കിൽ അതേ ആധിപത്യം തുടരുക എന്നുള്ള ഒരു ചിന്തയിൽ ഇടതു മുന്നണി മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പിടിച്ചടക്കൽ തങ്ങൾക്ക് ആവശ്യമാണ്. ഒരു പിടിച്ചടക്കൽ തന്നെ ഇത്തവണ നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ UDF-ഉം മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തങ്ങളുടെ വളർച്ച കൃത്യമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ള വിശ്വാസത്തോടെ NDAയും നിൽക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഈ വിവരങ്ങൾ? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നണികളെല്ലാം തന്നെ കാണുന്നത്. ആ രീതിയിൽ തന്നെ ഒരു വിധിയെഴുത്തെന്ന രീതിയിൽ തന്നെ ഇതിനെ കാണുന്നു എന്നതാണ് പറയേണ്ടത്. ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെ കാണുന്നു. എന്തായാലും 941 പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് കിടക്കുന്ന നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ വിധി വരുമെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫല സൂചനകൾ 8:30 തന്നെ ലഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 7:45 കാളിദാസ് സൂചിപ്പിച്ച പോലെ 7:45 സ്ട്രോങ് റൂമുകൾ തുറന്ന് മെഷീനുകൾ പുറത്തിറക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക, അതിനുശേഷമാണ് EVM എണ്ണി തുടങ്ങുക. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഫലം അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. വോട്ടെണ്ണലിനായി സംസ്ഥാനത്താകെ 244 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണം. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഫലം വരും. ജില്ലാ പഞ്ചായത്തുകളിലടക്കം ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ പൂർണ്ണ ഫലം വ്യക്തമാകുമെന്നതാണ്, അല്ലെങ്കിൽ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് വിവാദ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 74% പോളിംഗ് നടന്നത്. 2.10 കോടിയോളം പേർ വോട്ട് രേഖപ്പെടുത്തി. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ഫലസൂചനകളെല്ലാം തന്നെ പുറത്തു വരുമെന്നതാണ് പറയേണ്ടത്. 7:45 തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണി തന്നെ വോട്ടെണ്ണി തുടങ്ങും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. എന്തായാലും 8:30 തന്നെ ആദ്യ ഫല സൂചനകൾ പുറത്തു വരും. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാകെ തന്നെ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ പ്രതീക്ഷകൾ
മുന്നണികളെല്ലാം തന്നെയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിരവധി വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ദേശീയ വിഷയങ്ങളടക്കം ഈ പ്രാദേശിക തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്നത് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം, ആ രീതിയിൽ വലിയ വിഷയങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നടന്ന വിഷയങ്ങളെല്ലാം തന്നെ പ്രാദേശിക തലത്തിൽ കൂടുതൽ ചർച്ചയാവുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്നതാണ് പറയേണ്ടത്. കൂടാതെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എല്ലാം തന്നെ വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം അതോടൊപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ പ്രാദേശിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ UDF-ഉം അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പ്രാദേശിക തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് NDA-യും ഉള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെന്നതാണ് പറയേണ്ടത്. കാളിദാസൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ LDF-നും UDF-നും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയിൽ NDA-യും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. തങ്ങളുടെ 2 നഗരസഭകൾ നിലനിർത്താൻ കഴിയും, കൂടുതൽ നഗരസഭകളിലേക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം NDA സംബന്ധിച്ചുകൊണ്ട് പാലക്കാട് അതോടൊപ്പം തന്നെ പന്തളം അടക്കമുള്ള നഗരസഭകളിൽ വലിയ ആധിപത്യം നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയെല്ലാം തന്നെ NDA-ക്കുണ്ട് എന്നതും കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. കൂടാതെ തൃപ്പൂണിത്തുറ നഗരസഭ അടക്കമുള്ള മേഖലകളിൽ വലിയൊരു മേൽക്കൈ നേടാനാകുമെന്ന പ്രതീക്ഷയും NDA-ക്കുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിൽ എല്ലായ്പ്പോഴും വലിയ ആധിപത്യമുള്ളത് LDF-ന് തന്നെയായിരുന്നു. അവിടെ തങ്ങളുടെ ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. മുനിസിപ്പാലിറ്റികളിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണയെല്ലാം തന്നെ കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഭരണം കിട്ടിയിട്ടും ഭരിക്കാൻ കഴിയാതെ, കോർപ്പറേഷനിൽ ഭരിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം UDF-നടക്കം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആ രീതിയിൽ ചില അട്ടിമറികൾക്കല്ലാതുള്ള സാധ്യതയുണ്ട്. സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം അത് വലിയ രീതിയിൽ തന്നെ അവർ ഭരണത്തിൽ നിർണായകമാകുന്ന സാഹചര്യം, വിമതന്മാരുടെ ശല്യം, അത് എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF-നും UDF-നും NDA-യ്ക്കും ഒരുപോലെ തലവേദനയായത്. കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2020-യുടെ സാന്നിധ്യം അത് വലിയ രീതിയിൽ തന്നെ അവർ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാനായി വന്നൊരു ഘട്ടം, അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ വലിയ പ്രത്യേകതകളെല്ലാം തന്നെ ഈ പ്രാദേശിക തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്നതാണ് പറയേണ്ടത്. എന്തായാലും കോട്ടയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം, അതിരമ്പുഴയിൽ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെയുണ്ട്. കൂടാതെ ഈ മധ്യ കേരളത്തിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് LDF-നെ സംബന്ധിച്ച് കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയെല്ലാം തന്നെയുണ്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒപ്പമുള്ള ഒരു ഭരണം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം ആ രീതിയിൽ തന്നെ തങ്ങൾക്ക് മുതൽക്കൂട്ടാകും, തങ്ങൾക്ക് അവിടെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയെല്ലാം തന്നെ LDF-നെ സംബന്ധിച്ച് കോട്ടയത്തുണ്ട്. അതേസമയം തന്നെ പ്രതീക്ഷകൾ എല്ലാ മുന്നണികൾക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും കൂടുതൽ ഇത് നിലനിർത്തുക, അല്ലെങ്കിൽ തങ്ങൾ കഴിഞ്ഞ തവണ എത്രത്തോളം ആധിപത്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചോ ആ ആധിപത്യം അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. ആ ആധിപത്യത്തെ മറിച്ചടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലൊരു മറിച്ചടി UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എത്രയൊക്കെ വിമതശല്യമുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. വിനയ ചേരുന്നു എറണാകുളത്ത് നിന്നും, കൊച്ചിയിൽ നിന്നും. വിനയ, ഈ കൊച്ചിയെ സംബന്ധിച്ച് ഈ 2020-യുടെ മുന്നേറ്റം, അല്ലെങ്കിൽ ആദ്യം കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങിയിരുന്ന 2020-ൽ കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങിയിരുന്ന ഒരു പ്രാദേശിക പാർട്ടി പിന്നീട് ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷനിലേക്കൊക്കെ എത്തുന്നു, വലിയ രീതിയിൽ സീറ്റ് പിടിക്കുന്നുള്ള പ്രതീക്ഷയടക്കം അതിൻ്റെ ആ 2020-യുടെ ആ ഒരു സ്ഥാപക നേതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സാബു വർഗീസിൻ്റെ ആ ഒരു പരാമർശം, ക്ഷമിക്കണം, സാബു എം ജേക്കബിൻ്റെ ആ ഒരു പരാമർശവും പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് വിനയ എറണാകുളത്തെ സാഹചര്യങ്ങൾ? UDF-ന് കഴിഞ്ഞ തവണ ഒന്ന് വിജയിച്ചു, പക്ഷേ UDF-ന് ആ ഭരണം കിട്ടിയില്ല. LDF ആയിരുന്നു ആ ഭരണം. UDF കയറി വരുമോ? കാളിദാസ്, എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. ഈ മഹാരാജാസ് കോളേജിലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഇനി 2020-യെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 4 പഞ്ചായത്തുകളിലും ഒരു ബ്ലോക്കിലുമായിരുന്നു 2020 പാർട്ടി വിജയിച്ചതെങ്കിൽ ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് അടക്കം തന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അടക്കം തന്നെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 2020 പാർട്ടിയുള്ളത്. സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി ഉള്ളത്. ഇനി മറ്റൊന്ന്, ഈ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 74 ഡിവിഷനാണുള്ളത്. ആ 74 ഡിവിഷനും എണ്ണുന്നത് ഇവിടെ തന്നെയാണ്. 3 റോകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ROന്റെ കീഴിൽ തന്നെ
ഡിവിഷനുകളിലായെങ്കിലും 45 ഡിവിഷൻ ആദ്യം തന്നെ എണ്ണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ കോളേജിൽ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക, അതിനുശേഷമായിരിക്കും പിന്നീട് പെട്ടിയിലേക്ക് പോവുക എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും LDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലായിരുന്നു UDF ഈ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. LDF ആണെങ്കിൽ മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രചരണ പരിപാടികൾക്കടക്കം നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്കാലവും UDF-ന് ഒരു അനുകൂലമായി നിൽക്കുന്ന ഒരു എറണാകുളം ജില്ല എന്ന് പറയുന്നത് എപ്പോഴും UDF-ന് അനുകൂലമായി നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പോളിംഗ് കഴിഞ്ഞ സമയത്താണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതായത് പോളിംഗിൽ കുറവോ കൂടുതലോ ഒന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു കാര്യം നോക്കുമ്പോൾ LDF-ന് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെയായിരുന്നു കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഈ വെള്ളക്കെട്ട് കൂടാതെ മാലിന്യ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് തദ്ദേശപരമായി ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ തദ്ദേശപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF സർക്കാർ പ്രചരണ പരിപാടികൾക്കടക്കം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ UDF സർക്കാർ ആണെങ്കിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചരണ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശപരമായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രചരണത്തിനിറങ്ങുന്ന LDF സർക്കാർ. അത്തരത്തിൽ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധം 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുവിധം കൊച്ചിയിലെ പ്രശ്നങ്ങളടക്കം തന്നെ പരിഹരിക്കാൻ സാധിച്ചു എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് LDF സർക്കാർ ഉള്ളത്. ഇനി കൊച്ചിൻ കോർപ്പറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് LDF സർക്കാരാണ്. ആ ഭരണം നിലനിർത്താൻ തന്നെയാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. UDF ആണെങ്കിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് UDF ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ വിമതന്മാരെ അടക്കം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു LDF സർക്കാർ അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നതും കൊച്ചിൻ കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതും. ഇത്തവണയാണെങ്കിലും UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിമത ശല്യം രൂക്ഷമാണ്. മുൻ കൗൺസിലറും കൂടാതെ ഡെപ്യൂട്ടി മേയർ അടക്കം തന്നെ ഇത്തവണ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതടക്കം UDF തന്നെയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം തന്നെ ഒരു തർക്കം ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പലരും ഈ പടല പിണക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ 9ഓളം വിമതരാണ്, ഡെപ്യൂട്ടി മേയർ അടക്കം 9ഓളം വിമതരാണ് UDF-നെ സംബന്ധിച്ച് ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി UDF-നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ UDF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് തന്നെയായിരുന്നു ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ വോട്ടുകൾ എണ്ണുമ്പോൾ ആർക്കായിരിക്കും അല്ലെങ്കിൽ മുൻതൂക്കം നൽകുക, അല്ലെങ്കിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. കൊച്ചിൻ കോർപ്പറേഷനിലെ 74 ഡിവിഷനുണ്ട്. ഗ്രാമപഞ്ചായത്തായി 82, ബ്ലോക്ക് പഞ്ചായത്ത് 14 ഉണ്ട്, മുനിസിപ്പാലിറ്റി 11, ഒരു ജില്ലാ പഞ്ചായത്തുമാണുള്ളത്. കഴിഞ്ഞ തവണ 72 ഡിവിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 2 ഡിവിഷൻ കൂടിയിട്ടാണ് 74 ഡിവിഷനിലേക്ക് എത്തിയത്. ഇനി 2020 കണക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ കക്ഷിനില LDF 33 സീറ്റും UDF 31 സീറ്റും BJP 5 സീറ്റും ഒതേഴ്സ് 5 സീറ്റുമായിരുന്നു. മുനിസിപ്പാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ UDF 9 സീറ്റും LDF 4 സീറ്റും NDAക്ക് ഒന്നും തന്നെ കിട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ LDF സർക്കാർ 7 സീറ്റും UDF 6 സീറ്റും ഒതേഴ്സ് 1 സീറ്റുമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് നോക്കുകയാണെങ്കിലാണ് UDF 48 സീറ്റായിരുന്നു നേടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDF-ന് ലഭിക്കുന്നത്. LDF അന്ന് 30 സീറ്റോളമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. മറ്റ് 2020 പാർട്ടി അടക്കം തന്നെ പോരാട്ടം കാഴ്ചവെക്കുകയും 4 ഗ്രാമപഞ്ചായത്തുകളായിരുന്നു 2020യുടെ കീഴിലുണ്ടായിരുന്നത്. കൂടാതെ ഒരു ബ്ലോക്കും. ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. BJP സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കോർപ്പറേഷനിൽ രണ്ടക്കം കടക്കുമെന്നൊരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചുണ്ട്. ഈ LDF-നെ സംബന്ധിച്ചാണെങ്കിലും UDF-നെ സംബന്ധിച്ചാണെങ്കിലും ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാക്കി മാറ്റുന്നതിനടക്കമുള്ള ശ്രമം
ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആർക്കാണ് മുൻതൂക്കം ഉണ്ടാവുക, ആരാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുക എന്നതിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ 10 മണിയോടുകൂടി തന്നെ ചിലപ്പോൾ ഈ വോട്ടെണ്ണൽ പൂർത്തിയായി ഫലങ്ങൾ വരുന്ന സാഹചര്യത്തിലേക്ക് അടക്കം തന്നെ കടക്കാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള ആളുകൾ ഏകദേശം ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 45 ഡിവിഷൻ എണ്ണി തീരുമ്പോൾ പെട്ടെന്ന് തന്നെ തീരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ 10 മണിയോടുകൂടി തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലെ ഫലങ്ങൾ പുറത്തു വരും. ആർക്കായിരിക്കും മേൽക്ക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നിരവധി സ്ഥാനാർത്ഥികളടക്കം തന്നെ നിലവിൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി ആര് അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ ഒരു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തെ തുടർന്നായിരിക്കും അത് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ പ്രതിഫലിക്കുക. അത് കണ്ടൊരു കാഴ്ച തന്നെയാണ്. തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഓളം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സെമി ഫൈനൽ എന്നുള്ള തരത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നണികളെല്ലാം കാണുന്നത്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ തങ്ങളിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നതൊന്നും തങ്ങളുടെ